ഇന്നിപ്പോൾ രാവിലെ വരുന്നത് അത്ര സുഖകരമായ വാർത്തയല്ല. വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തിരുവനന്തപുരത്ത് നിന്നാണ്. നെടുമങ്ങാട് ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. കാപ്പ കേസ് പ്രതി ശ്രീലാൽ, ബിനോയ് രാജേഷ് എന്നീ 3 പേരാണ് മരിച്ചത്. അമിത വേഗത്തിലെത്തിയ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. റിനു ശ്രീധറിന്റെ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. റിനു, സങ്കടകരമായ വാർത്ത ഈ സന്തോഷ ദിവസത്തിൽ രാവിലെ നമ്മൾ പങ്കുവെക്കേണ്ടി വരുന്നു. ഇന്നലെ രാത്രിയാണ് ഈ അപകടമുണ്ടായെന്ന് മനസ്സിലാക്കുന്നു. ഇവരുടെ മൃതദേഹം, തുടർ നടപടികൾ, അപകടത്തിന്റെ കാരണം ഈ അമിത വേഗമെന്ന് ഉറപ്പിക്കുന്നുണ്ടോ? സ്മിത, ഗോകുൽ, ഇന്നലെ രാത്രി 11 മണിയോട് കൂടിയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് കുളപ്പട സർക്കാർ ആശുപത്രിക്ക് മുന്നിൽ അപകടം ഉണ്ടാകുന്നത്. 11 മണിയോടുകൂടി 2 ദിശയിലായി വന്ന 2 ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. 2 വാഹനങ്ങളും അമിത വേഗതയിലായിരുന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ 4 പേർ, 2 വാഹനത്തിലായി 4 പേരുണ്ടായിരുന്നു. ശ്രീലാൽ, ബിനോയ്, രാജേഷ്, അതുപോലെ തന്നെ അഭിനവ് എന്നീ 4 പേരാണ് ഉണ്ടായത്. ഇതിൽ 3 പേരും മരണപ്പെട്ടു എന്നുള്ള ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് നമുക്ക് നൽകാൻ വേണ്ടി കഴിയുന്നത്. ശ്രീലാൽ, അതുപോലെ തന്നെ ബിനോയ്, രാജേഷ് എന്നിവരാണ് മരിച്ചത്. ഇവർ ഉഴമലക്കൽ സ്വദേശികളാണ് 3 പേരും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇതിൽ ശ്രീലാൽ കാപ്പ കേസിലെ പ്രതി കൂടിയാണ്, ആര്യനാട് പോലീസ് സ്റ്റേഷനിൽ എന്നുള്ള വിവരവും ഉണ്ട്. എന്തായാലും ഈ സംഭവ സ്ഥലത്ത് തന്നെ 2 പേരും മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒരാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന നെടുമങ്ങാട് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണപ്പെട്ടു എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. ഇവരുടെ 3 പേരുടെയും മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും വലിയൊരു അപകടമാണെന്നാണ് നാട്ടുകാരൊക്കെ പങ്കുവച്ചത്. ഫയർഫോഴ്സ് അടക്കം സംഭവ സ്ഥലത്തെത്തിയാണ് ഈ രക്തക്കറ ഉൾപ്പെടെ കഴുകിക്കളഞ്ഞത്, ഒപ്പം രക്ഷാപ്രവർത്തനം നടത്തിയത്. എന്തായാലും ഈ അപകടം നടന്നുടനെ നാട്ടുകാർ ഇടപെടുകയും പോലീസിനെ വിവരം അറിയിക്കുകയും ഈ 4 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഈ അഭിനവ് ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, അതായത് ഈ 4 പേരിൽ ഒരാളായിട്ടുള്ള അഭിനവ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഗോകുൽ, സ്മിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.